കൊമേനിക്ക് വേണ്ടി തലങ്ങും വിലങ്ങും നിലവിളിക്കുന്ന ചില മലരുകളെ കാണുമ്പോൾ അമർഷം അടക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വീണ്ടും പറഞ്ഞു പോകുന്നതാണ്. 1980-കളിലെ ഇറാന്റെ ജയിലുകളിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കന്യകമാരായിട്ടുള്ള പെൺകുട്ടികളുടെ തലയെടുക്കുന്നതിനു മുമ്പ് തലേ ദിവസത്തെ വിചിത്രമായിട്ടുള്ള ഒരു ആചാരമുണ്ടായിരുന്നു. നാറികളെ, പന്നിക്ക് ജനിച്ചവന്മാർക്കു മാത്രമേ അവനെ പോലെയുള്ള കിരാതന്മാരെ ന്യായീകരിക്കാൻ സാധിക്കൂ. ആ പൈതലുകളെ, അവരെ കാവൽക്കാരെ നിർബന്ധമായി ബലാത്കാരം ചെയ്യണം എന്നതായിരുന്നു അവന്റെ നിയമം. അല്ലടാ, ആ കന്യകമാരായി പിടിച്ചതിൽ നിന്റെ ഒന്നും ആരുമില്ല. ആ രാജ്യത്തെ ജനതയുണ്ട്, ജൂതക്കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിനക്കൊക്കെ അത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടല്ലേ? അവരെ ബലാത്കാരം ചെയ്യണമെന്ന്. ഒറ്റയായും സംഘടിതമായും ആ കുഞ്ഞുങ്ങൾ നിന്റെയൊക്കെ ആരെങ്കിലും ആയിരുന്നെങ്കിലോ? ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്ക്. അത് ചെയ്തവനോട് ക്ഷമിക്കാൻ നിനക്കൊക്കെ പറ്റുമോ? ജാതിയും മതവും ഒക്കെ മാറ്റി നിർത്തി ഏതെങ്കിലും ഒരു കുഞ്ഞിനോട് ആരെങ്കിലും അങ്ങനെ ചെയ്താൽ ആർക്കാ ക്ഷമിക്കാൻ പറ്റുക? മുൻ ജയിൽ ഉദ്യോഗസ്ഥരുടെ വെളിപ്പെടുത്തലുകളാ. ഐക്യരാഷ്ട്രസഭയിൽ വരെ വിഷയം ചർച്ചയായി. ഈ ക്രൂരകൃത്യത്തിന് കാരണം ഒരേ ഒരു വിശ്വാസമാണ്. അതാണ് 6-ാം നൂറ്റാണ്ടിലെ ഗോത്രമതം. കന്യകമാരായിട്ട് ചത്തുപോയാലേ സ്വർഗത്തിലാണ് അവർ പോകുന്നത് എന്ന്. ഹൂറികൾ അവരെ പിടിച്ചു, മാലാഖമാർ അവരെ പിടിച്ചു മുകളിലേക്ക് കൊണ്ടുവരുമെന്ന വിശ്വാസം. അക്കാലത്ത് ചില മതം തന്നെയാണ് മതമൗലികവാദികൾക്കിടയിൽ ഇത്തരം ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ചാവാൻ പോണ നമ്മുടെ ശത്രുക്കളാണല്ലോ. അതുകൊണ്ട് അവർ ഒരു കാരണവശാലും നമ്മൾ കിടക്കുന്ന സ്വർഗത്തിൽ ഈ കാഫറുകൾ കിടക്കരുത്. മതത്തെ വ്യാഖ്യാനിച്ചതാ. പല കേസുകളിലും പെൺകുട്ടികളെ നിർബന്ധിച്ച് അവർ ഇങ്ങനെയൊക്കെ ബലാത്കാരം ചെയ്തതിന് ശേഷം അവർ ആ കുഞ്ഞുങ്ങളെ വധിച്ചിട്ട് ജയിൽ അധികൃതർ പെൺകുട്ടികളുടെ വീട്ടിൽ പോയിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ മധുര പലഹാരം കൊടുക്കുമായിരുന്നു. കഴുത്തറുത്തിട്ട് പുറത്ത് തടവുക എന്ന് പറയും നമ്മുടെ നാട്ടിൽ അതിനൊരു രീതി. അപ്പോ ഈ ഖുർആൻ എന്ന് പറയുന്ന പൈശാചിക വചനം, ഇസ്ലാം എന്ന് പറയുന്ന മത വൈറസിനെ ലോകത്തിന് മുമ്പിൽ തുറന്നു കാണിക്കാൻ ഒരു സൽമാൻ റുഷ്ദി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഒരു തസ്ലീമാ നസ്രിൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഒരു മലാല യൂസഫ് സായി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഒരു ചേകനൂർ മൗലവി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഇന്ന് റിസൾട്ട് ഉണ്ട്. ഇറാനു വേണ്ടി മോങ്ങിക്കാറുന്ന മലരുകളെ, കൊമേനി എന്ന് പറയുന്ന രക്തരക്ഷസ് മനുഷ്യരുടെ ചോര കുടിച്ച് ഈ 47 കൊല്ലം അധികാര കസേരയിൽ അമർന്നിരുന്നത് എങ്ങനെയാണ് എന്ന് നിനക്കൊക്കെ അറിയാമോ? ഇവിടെ കൊമേനിക്കു വേണ്ടി കരയുന്ന വലിയ ഒരു വിഭാഗം ആളുകളെ നിങ്ങൾ കണ്ടോ? അവരുടെ പേരുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? കൊമേനിയെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? ശരി, തുണി ഒന്ന് ഇട്ടേക്കാം തലയിൽ. കാരണം എങ്ങാനും കൊമേനി ഹൂറികളുടെ കൂടെ ഇരുന്നിട്ട് നമ്മുടെ ലൈവൊക്കെ ഒന്ന് കാണുന്നെങ്കിലും മലയാളമാണ്, അയാൾക്ക് മനസ്സിലാകത്തൊന്നുമില്ല. ഇനി ഹൂറികൾ ഇനി ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുമായിരിക്കും. ജിബിരിയിലിന് ഒന്നാമത്തെ കാര്യം അറബി മാത്രമേ വശമുള്ളൂ. പടച്ചോൻ അറിയോ? ഇല്ല, പടച്ചോനും അറബി മാത്രമേ വശമുള്ളൂ. ഇപ്പം നെതന്യാഹുവും ട്രംപും ഒക്കെ സംസാരിക്കുന്ന ഭാഷ എങ്ങാനും പടച്ചോന് തിരിയുമോ? ജിബിരിയിലിന് തിരിയുമോ? നബിക്ക് തിരിയുമോ? നബി ഗുണ്ടകൾക്ക് തിരിയുമോ? ഇല്ല. എന്തോ ആട്ടെ, കൊമേനിക്ക് വേണ്ടി ഇവിടെ മലയാളത്തിലിരുന്ന് കരയുന്ന കുറച്ച് ഊളകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവരാണ് നമ്മുടെ കമന്റ് ബോക്സിൽ പൂരത്തെറിവിളികളുമായിട്ട് വരുന്നത്. കാരണം ഇവന്റെയൊക്കെ വാപ്പാമാരുടെ മുമ്പുള്ള തായ് വഴിക്കോ തന്ത വഴിക്കോ ഒക്കെയുള്ള ബന്ധങ്ങളാണെന്ന് തോന്നുന്നു. കൊമേനി ഇവന്റെയൊക്കെ മൂത്താപ്പാമാരാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ നാട്ടില് സാമൂഹികമായിട്ടുള്ള, രാഷ്ട്രീയമായിട്ടുള്ള, മതപരമായിട്ടുള്ള അന്തരീക്ഷങ്ങൾ മലിനമായിട്ടുണ്ട്. പലപ്പോഴും നമ്മളത് മനസ്സിലാക്കുന്നുണ്ട്. രാഷ്ട്രീയവും മതവും ഇടകലർന്ന ഒരു സങ്കര ഇനമായിട്ടാണ് നമ്മുടെ നാടിന്റെ പോക്ക്. ഒരു വിദേശ നേതാവിനോടുള്ള ഇവരുടെ വൈകാരികമായിട്ടുള്ള അടുപ്പം ശരിക്കു പറഞ്ഞാൽ മതപരമാണ്, തികച്ചും മതപരമാണ്. ഇറാനിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വല്ലാതെ മലീമസമാണെന്ന് നമുക്കറിയാമല്ലോ. അതെ, പുരോഗമനവാദികളാണ് എന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകൾ മത കേന്ദ്രീകൃതമായിട്ടുള്ള അല്ല, ഗോത്ര കേന്ദ്രീകൃതമായിട്ടുള്ള ഭരണാധികാരികളുടെ കാടത്തപരമായിട്ടുള്ള നിയമങ്ങളോട് മൃദു സമീപനം സ്വീകരിക്കുന്നത് നിങ്ങൾ കണ്ടിരുന്നോ? അതാണ് കൊമേനിയുടെ വിഷയത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്.
അതായത് ചെറിയ കുഞ്ഞുങ്ങളെ കെട്ടിച്ചു വിടണം. 6 വയസ്സ് മുതൽ കെട്ടിക്കാം, 9 ആയിക്കോട്ടെ, 7 ആവുമ്പോൾ കുറച്ചൊന്ന് മൂക്കും. ഇനിയും കന്യകമാരായിട്ടുള്ള കുഞ്ഞുങ്ങൾ ജയിലിലുണ്ടെങ്കിൽ അവരെ കൊല്ലുന്നതിന് മുമ്പ് ഒന്ന് ബലാത്സംഗം ചെയ്തോ. എല്ലാവർക്കും കൂടെ ചെയ്യണമെങ്കിൽ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ സദാചാര പോലീസിങ്ങിനെ ഏർപ്പാട് ചെയ്യുന്ന ഈ ദുഷ്ടനെ പേപ്പട്ടി എന്ന് പറയാൻ പറ്റില്ല, സോംബി വൈറസ് ആണ്. അപ്പോ നമുക്കറിയാം, ആയത്തുള്ള അലി ഖുമേനിയെ വിമർശിച്ചാൽ നമ്മുടെ നാട്ടിലെ കാക്കാമാരുടെ ഈറ്റില്ലങ്ങൾ ഇളകും. കാരണം അവരുടെ എല്ലാം ഇരട്ടത്താപ്പുകളാണല്ലോ. ഖൊമേനിയുടെ മരണത്തെ സംബന്ധിച്ച് ഇറാനിലെ ജനത ഭയങ്കര സന്തുഷ്ടരാണ്. കാരണം ഇനിയെങ്കിലും ഞങ്ങൾക്ക് മനുഷ്യനായിട്ട് ജീവിക്കാമല്ലോ എന്നാണ് അവർ പബ്ലിക്കിൽ തന്നെ വിളിച്ചു പറയുന്നത്. ആ ജനതയുടെ വികാരം നമ്മൾ കാണുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇറാനിലെ യുവാക്കൾ, ലിബറൽ ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ, വലിയ ഒരു വിഭാഗം ആളുകൾ ഖൊമേനിയുമായിട്ട് ഒരു രൂപത്തിലും യോജിക്കുന്ന ആളുകളല്ല. അപ്പോൾ അവർക്ക് വേണ്ടത് സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണ് അവർ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഷിയ നേതാവാണ് ആയത്തുള്ള അലി ഖുമേനി. പ്രവാചകന്റെ ചെറുകുട്ടികളെ പോലും കൊന്നവനാണ്. ഇതൊക്കെ നമുക്കറിയുന്നതാ. പക്ഷേ എത്ര മുസ്ലിങ്ങൾക്ക് ഈ വിഷയങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ബോധമുണ്ടോ എന്ന് നമുക്കറിയില്ല. മതപരമായിട്ടുള്ള ചേരിതിരിവുകൾ ആ കാലം മുതൽ തന്നെയുണ്ട്. സുന്നി ഷിയ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ പ്രവാചകന്റെ അനുയായികൾ എന്ന് പറയുന്ന ആളുകൾ ആയിരക്കണക്കിന് സംഘടനകളായി തിരിഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ നമുക്കറിയുന്ന വസ്തുതയാണ്. അപ്പൊ ഈ ഖൊമേനി എന്ന് പറയുന്നവന് വേണ്ടി ഇവന്മാരിങ്ങനെ കള്ളക്കണ്ണീര് ഒഴുക്കുന്നതിന് പിന്നിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. നിങ്ങൾക്കത് അറിയണമെങ്കിൽ കർബല യുദ്ധം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കണം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാകും. ഇസ്രായേലും അമേരിക്കയും ജൂതന്മാരായതുകൊണ്ട് അവർക്കെതിരെ തിരയുന്നതിന് വേണ്ടിയാണ് ഈ ജൂത പുരോഹിതനെ ഇവർ ഇത്രയധികം വാനോളം പൊക്കിക്കൊണ്ട് നടക്കുന്നത്. അമേരിക്കയിലും ഇസ്രായേലിലും ഒക്കെ മുസ്ലിങ്ങൾ, ഇതര മതവിഭാഗങ്ങൾ എത്രയോ സന്തോഷത്തോടുകൂടി സന്തുഷ്ടരായിട്ടാണ് അവരൊക്കെ ജീവിക്കുന്നത്. അവിടെ ആരും ഇരുമ്പ് നിക്കറിട്ടിട്ട് പൊട്ടിത്തെറിക്കാൻ പോകുന്നില്ല. ഇസ്രായേലിനെയും അമേരിക്കയെയും ജീവിച്ചിരിക്കുന്ന പിശാചുക്കളുടെ നാട് എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ആ രാജ്യത്ത് മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇവരാരെങ്കിലും എപ്പോഴെങ്കിലും എവിടെയെങ്കിലും സംസാരിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സംസാരിക്കില്ല. അവിടുത്തെ ജനാധിപത്യവും പൗരാവകാശങ്ങളും ഒക്കെ ജനങ്ങളിലൂടെ അത് സാക്ഷാത്കരിക്കപ്പെടുന്നുണ്ട്. അവിടുത്തെ വിദ്യാഭ്യാസ മേഖലകളായിരുന്നാലും വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു രീതിയിലാണ് അവിടെയൊക്കെ പോകുന്നത്. ഇനിയും മറ്റൊരു കാര്യവും കൂടി ശ്രദ്ധിക്കണം. ഖൊമേനി എന്ന് പറയുന്ന ഈ പേപിടിച്ച നായ കൊല്ലപ്പെട്ടതാണ്. ഇസ്രായേൽ ഇവനെ കൊന്നിട്ടില്ല. ഇസ്രായേൽ കൊന്നു എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും 30ഓളം മിസൈലുകൾ വർഷിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ശരിക്ക് ഇപ്പോൾ ലഭിക്കുന്ന വാർത്ത നമുക്കുള്ളതുപോലെ നമ്മൾ മനസ്സിലാക്കുന്നതിനനുസരിച്ച് പറഞ്ഞാൽ മതി. അപ്പം വന്ന വാർത്ത ഇവൻ ഒരു വലിയ അവന്റെ കൊട്ടാരത്തിലായിരുന്നു. ആ സമയത്ത് 30ഓളം ബോംബുകൾ വന്ന് വീണ് ഇവനും ഇവന്റെ കുടുംബം, ഇവന്റെ ഭാര്യ, ഇവന്റെ മകള്, ചെറുകുട്ടി, മരുമകൻ എല്ലാം കൂടി കാഞ്ഞുപോയി എന്നാണ് നമ്മൾ കേട്ടത്. ശരി, ഇപ്പോൾ വരുന്ന വാർത്ത ഇതിനകത്ത് എത്രമാത്രം സത്യമുണ്ടെന്ന് അറിയില്ല. ഇസ്രയേലോ അമേരിക്കയോ അദ്ദേഹത്തെ വധിച്ചു എന്നുള്ള പ്രചാരണങ്ങൾ ഒരു ഭാഗത്ത് കെങ്കേമമായി നടക്കുമ്പോഴും മറ്റൊരു വസ്തുത കൂടി ഇവിടെ നടക്കുന്നുണ്ട്. അതായത് 86 വയസ്സാണ് ഖൊമേനിക്കുണ്ടായിരുന്നത്. ആമാശയത്തിൽ ക്യാൻസർ ആയിരുന്നത്രേ. അതായത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ക്യാൻസർ ബാധിച്ചിരിക്കുന്നു. അപ്പോൾ ഇയാളെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. അങ്ങനെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഹൃദയാഘാതം മൂലം ഇവൻ ചത്തു എന്നാണ് കേൾക്കുന്നത് ഇപ്പോൾ കേട്ടോ. ഇറാൻ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനില് ഇവന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നപ്പോൾ ദശലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നു. അതിൽ പകുതി ആളുകളും സന്തോഷത്തോടുകൂടി ഇവൻ ചത്തു കിടക്കണമെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ജനക്കൂട്ടത്തിന്റെ തിക്കും തിരക്കും കാരണം ആ ശവമഞ്ചം നിയന്ത്രിക്കാൻ പോലും പ്രയാസപ്പെടുന്ന അക്രമാസക്തമായ രംഗങ്ങളാണ് വീഡിയോയിലൂടെ നമ്മൾ കണ്ടത്. ഖൊമേനി കൊല്ലപ്പെട്ടതല്ല. ശരി, അതായത് ഖൊമേനിയുടെ സ്വാഭാവികമായിട്ടുള്ള മരണമാണെങ്കിലും ഇന്നത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ക്രെഡിറ്റിലാണ് വന്നു ചേരുന്നത്. കാരണം അവരിങ്ങോട്ട് ആക്രമിച്ചതിന്റെ ഹൃദയാഘാതത്തിലാണ് ഇവൻ ചത്തതെന്ന് എന്നുവരെ വാർത്തകൾ വരുന്നുണ്ട്.
അയാളുടെ പാത പിന്തുടർന്ന പല പ്രമുഖ നേതാക്കളും ഇസ്രായേലിന്റെ കരങ്ങളാൽ തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 2020 അമേരിക്കയിലെ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഖാസിം സുലൈമാനി, അവനെ ഇസ്രായേൽ തീർത്തതാ. അമേരിക്കയുടെ അറിവോടുകൂടി തന്നെ അമേരിക്കൻ ഡ്രോൺ ആക്രമണമാണ് നിയന്ത്രിച്ചിരുന്നത് ഇസ്രായേൽ ആണെന്നാണ് പറയുന്നത്. അപ്പോ ഖൊമേനിയുടെ മരണശേഷം ഇറാൻ പത്തി മടക്കിയോ അതോ പൂർവാധികം ശക്തിയോടുകൂടി സടകുടഞ്ഞെഴുന്നേറ്റോ തകർന്ന് തരിപ്പണമായോ അവരുടെ നേതൃപാടവങ്ങൾ? ഇനി പുറത്തു വരണമെങ്കിൽ അത്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഖൊമേനി ഇവന്റെയൊക്കെ മൂത്താപ്പയാണ്. കേരളത്തിലെ ചില മലരന്മാരായിട്ടുള്ള നാറികളുടെ മുക്കാലന്മാരുടെ മൂത്താപ്പയാണ്. ഇവന് സ്വന്തം രാജ്യത്ത് ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ അടക്കം കൊന്നൊടുക്കിയ ഒരു ഭരണാധികാരിയാണ് ഖൊമേനി. അവൻ ഒരിക്കലും സമാധാനം ലഭിച്ചിരുന്നില്ല. അവന്റെ വലതും ഇടതും നിൽക്കുന്ന ബ്ലാക്ക് ഹാറ്റ്സുകളെ പോലും മൊസാദിന്റെ കിങ്കരന്മാരാണോ എന്ന് പേടിച്ച് ദാഹിച്ചു തൊണ്ട പൊട്ടിയാൽ പോലും ഒരിറ്റ് വെള്ളം പെട്ടെന്നെടുത്ത് കുടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. ടെസ്റ്റർ വേണം, അതിനകത്ത് വിഷമുണ്ടോന്ന് അറിയണ്ടേ, നോക്കിയിട്ടല്ലേ വിഴുങ്ങാൻ പറ്റുള്ളൂ. അത്ര സമാധാനമില്ലാത്ത ജീവിതം ജീവിക്കുന്നതുവരെ ഇവൻ ഉരുകി ചത്തു. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് 10,000-കണക്കിന് ആളുകളുടെ ജീവൻ എടുക്കുന്ന രൂപത്തിലേക്ക് ഇവന്റെ ചിന്തകൾ മാറുന്നു. നരാധമൻ. ഖൊമേനി ചത്തോ? ഖൊമേനി ജീവിച്ചിരിപ്പുണ്ടോ? ഖൊമേനിയെ ഇസ്രായേൽ കൊന്നോ? അതോ ഇവൻ ക്യാൻസർ ബാധിച്ച് ഹൃദയം പൊട്ടി മരിച്ചോ? സമീപകാലത്തെ പ്രധാനപ്പെട്ട അവന്റെ വധശിക്ഷകളും അവന്റെ തന്നെ സായുധ സേനകൾ നടത്തിയ സ്ഫോടനങ്ങളുടെയും ഒക്കെ ലിസ്റ്റ് എടുത്താൽ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ എടുത്തിട്ടുള്ള കിരാതനായിട്ടുള്ള രക്തരക്ഷസാണ് ഖൊമേനി. ഇബ്രാഹിം റൈസിയെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തതാ. ഇസ്രായേലിന്റെ പേജർ പൊട്ടി. ടെഹ്റാനിലെ കശാപ്പുകാരൻ എന്നറിയപ്പെട്ടിരുന്നവനാണ് ഇബ്രാഹിം റൈസി. പ്രസിഡന്റ് ആയിരുന്നു ഇറാന്റെ പ്രസിഡന്റ് ആയിരുന്നു. ഒന്നാലോചിച്ചു നോക്കിക്കോ. ഇതുപോലെയുള്ള കിരാതന്മാർക്കൊക്കെ ഫാൻസ് ആ രാജ്യത്തുള്ള ആളുകൾ എങ്ങനെയെങ്കിലും ബല പിടിച്ച് ഉമ്മാര് ചത്തൊഴിഞ്ഞു പോകുന്നെങ്കിൽ അത് അത്രയും നല്ലത് എന്ന് വിചാരിച്ച് കാത്തിരിക്കൂ അവരൊക്കെ.